ഇന്നത്തെ ലേഡീസ് അവറിൽ സോൾട്ട് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് അല്ലേ, ഉപ്പും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഗുണം പ്രത്യേകിച്ച് സ്വാദ് എന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഉപ്പിന് ഒരു ഗുണവും ഇല്ല അല്ലേ, ഉപ്പിന് എന്തെങ്കിലും ഒരു അയഡിൻ എന്നുള്ളതുണ്ട്. പക്ഷെ അയഡിനും നമുക്ക് ബാക്കിയുള്ള ഡയറ്റിൽ നിന്ന് സപ്ലിമെന്ററി ആയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് പോലും അയഡിൻ കിട്ടും. അതെ അതെ അതെ, കഞ്ഞിവെള്ളത്തിൽ പോലും അയഡിൻ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഉപ്പ് കൊണ്ട് നമ്മുടെ സമൂഹത്തിനൊരു ഉപ്പ് സത്യാഗ്രഹം ഒരു സംഗതി അല്ലാതെ ഉപ്പിന്റെ ഒരു എഫക്റ്റ് എന്ന് നോക്കിയാൽ വലിയ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അതെ അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേശം എന്നുള്ളൊരു സ്ഥലത്തെ അമ്പലത്തിൽ എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിരുന്ന ഒരു എറണാകുളത്ത്, അതെ അതെ, അവിടെ ഒരു ഹനുമാൻ കോവിലിൽ തേങ്ങ കെട്ടിയാൽ അത് കഴിഞ്ഞാൽ എടുക്കുന്ന വ്രതം ഉപ്പ് കൂട്ടാത്ത ഭക്ഷണം എന്നുള്ളൊരു, അത് ഭയങ്കര കഠിനമായ വ്രതമാണ് എന്ന് എൻ്റെ ഒരു കൂട്ടുകാരി എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ അവൾ കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ്ലെസ് ആണ് ഉപ്പില്ലാത്ത ഭക്ഷണം. അപ്പോൾ അത് ഭയങ്കര ഒരു ദുരിതം തന്നെയാണ്. അവളൊരു 15 ദിവസം എണ്ണി എടുത്തത് എനിക്ക് നന്നായിട്ട് അറിയാമല്ലേ. നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണമൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം തൊട്ട് അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ എൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, എൻ്റെ ഒരു വിഷമം. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ ഒരു നോമ്പ് കാലമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കൊരു റിസ്ട്രെയിൻറ്റ് പാലിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഉപ്പില്ലാത്ത ഭക്ഷണം ട്രൈ ചെയ്യുക, പരമാവധി കുറയ്ക്കുക. അതെ അതെ അതെ, ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും ഫുഡ് കൺസംഷൻ ശരിക്കും കുറയും. അതൊരു നല്ല ഹെൽത്ത് ടിപ്പ് ആയിട്ട് കൂടെ തന്നുകൊണ്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അടുത്ത സെഗ്മെന്റ് പ്രണവ്. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, പൊതുവെ ഈ ക്രൈസ്തവ മതത്തിലൊക്കെ മനുഷ്യന്റെ പാപം ശമിപ്പിക്കാനായിട്ട് യേശുക്രിസ്തു കുരിശിലേറി തുടങ്ങിയ കഥകളുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ 33 ദൈവങ്ങളുള്ള ഹൈന്ദവ വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യരാശിയുടെ പാപം മാറ്റാനായിട്ട്, അതിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനായിട്ട് ഒരു ദേവതാ സങ്കല്പമോ അത്തരത്തിലുള്ള പുരാണങ്ങളോ അത്തരത്തിലെന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്തുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പുരാണങ്ങളെല്ലാം നമ്മളുടെ ഹൈന്ദവത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷേ പല ആചാര്യന്മാർ ഈ ആചാര്യന്മാർക്ക് പോലും അത് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ കിടക്കുന്ന രീതിയിലാണ്. ഈ മനുഷ്യരാശിയുടെ പാപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാദേവൻ അർദ്ധനാരീശ്വര രൂപം പൂണ്ടത്. അപ്പോൾ ഇത് തന്നെ പണ്ട് ഒരു ജ്യോതിഷമാസികയിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മഹാദേവൻ ആദ്യമായിട്ട് അർദ്ധനാരീശ്വര രൂപം കാണിച്ചത് മകൻ മുരുകനെയാണെന്ന് പറയാം. സുബ്രഹ്മണ്യനാണ് ആദ്യമായിട്ട് അർദ്ധനാരീശ്വര രൂപം കാണിച്ചത്. അങ്ങനെ മകനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അർദ്ധനാരീശ്വര രൂപം കൈക്കൊണ്ടതെന്ന് പറയാം. അപ്പോൾ അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ പാർവതിയും ശിവനും ചേർന്ന രൂപമാണ്, അതാണ് അർദ്ധനാരീശ്വര രൂപം. അപ്പോൾ അത് തന്നെ ഭഗവാൻ ശരിക്കും മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്ത ആ ഒരു അവതാരമാണ് അർദ്ധനാരീശ്വര രൂപാവതാരം. അത് സുബ്രഹ്മണ്യനെ കാണിക്കുന്നതിന് വേണ്ടിയല്ല, പ്രപഞ്ചം അതായത് ശിവശക്തി സംഗമം നടന്ന ആ സമയത്ത് തന്നെ ഈ അർദ്ധനാരീശ്വര രൂപം ഭഗവാൻ കാണിക്കുകയുണ്ടായി. ഇതെല്ലാം മനുഷ്യരാശിയുടെ പാപം ശമിപ്പിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അതാണ് നമുക്ക് സാധാരണ രീതിയിൽ പഴയ ആചാര്യന്മാർ ചിലർ പറയും, നമശിവായ ഒരു 3 വിളക്ക് കത്തിച്ചിട്ട് സന്ധ്യാപ്രാർത്ഥന സമയത്ത് 3 പ്രാവശ്യം നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുമാതിരിയുള്ള ദുരിതങ്ങൾ തീരും എന്ന് പൂർവികാചാര്യന്മാർ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ മാറുമെന്ന് എഴുതിയിട്ട് നമ്മൾ വീട്ടിൽ വിളക്കും കത്തിച്ച് വെച്ചിട്ട് വിളക്കിന് മുമ്പിൽ നിന്ന് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദോഷങ്ങൾ തീരില്ല. നമശിവായ എന്നുള്ളത് പൂർവിക ആചാര്യൻ ഉപദേശിച്ചത് നമശിവായ മന്ത്രമാണ്. അതായത് നമശിവായ തുടങ്ങുന്നത് തന്നെ നമശിവായമാദിയായ അക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുദിപ്പതിനനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാഹരേ. അങ്ങനെയാണ് നമശിവായയുടെ ആദ്യാക്ഷരമായ നാ തുടങ്ങുന്നത്. പിന്നെ അടുത്തത് മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്ക് വ്യാധി കൊണ്ടൊരിക്കലും മുഴുത്തു വന്ന വ്യാധിയെ വേരറുത്തു നൽകണം നമശിവായ പാർവതീശ പാപനാശനാഹരേ. അപ്പോൾ ഇങ്ങനെ നാമായി. അടുത്തത് ശിവായ നാമമോതുവാൻ എനിക്കനുഗ്രഹിക്കണം ശിവാകൃപാകടാക്ഷമറ്റു മാരുമില്ലൊരാശ്രയം ശിവായ ശംഭുവിൻ പതാര വിന്ദമോടു ചേർക്കണം
നമഃശിവായ പാർവതീശ പാപനാശനാഹരേ. അപ്പോൾ നമഃശിയായി അടുത്തത് വാ, അതിലാണ് ഭഗവാന്റെ ഈ അർദ്ധനാരീശ്വര സങ്കല്പം വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വലിയ മാമലാമകളെ വാമഭാഗമാവച്ചതും വഴിയൊടു പകുത്തുപാതി ദേഹവും കൊടുത്തതും വഴിയൊടങ്ങു ഗംഗചന്ദ്ര മൗലിയിൽ ധരിച്ചതും നമഃശിവായ പാർവതീശ പാപനാശനാഹരി. അപ്പോൾ ശിവൻ്റെ ഈ അർദ്ധനാരീശ്വര രൂപം വരുന്നത് ഇതിലാണ്. അപ്പോൾ ഈ ശിവൻ നമഃശിവായ ആ പറയുന്നതിൽ തന്നെ വലിയ മാമല മകളെ എന്ന് പറഞ്ഞാൽ വലിയ മാമലയുടെ മകളാണ് പാർവതി. അപ്പോൾ പാർവതിയെ വാമഭാഗത്ത് വെച്ചതും തൻ്റെ ശരീരം പകുതി കൊടുത്തതും അതേപോലെ ഗംഗയെയും ചന്ദ്രനെയും എല്ലാം തലയിൽ ധരിച്ചതും നമഃശിവായ പാർവതീശ പാപനാശനാഹരേ, മനുഷ്യരാശിയുടെ പാപം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ പാതിരൂപം ദേവിക്ക് കൊടുത്തതും അതേപോലെ ഗംഗയെയും ചന്ദ്രനെയെല്ലാം തൻ്റെ നെറുകയിൽ ചാർത്തിയതും. അപ്പോൾ ഇങ്ങനെയുള്ള കഥ കൃത്യമായിട്ട് തന്നെ നമ്മളുടെ ഹൈന്ദവ പുരാണത്തിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ആചാര്യന്മാർക്കോ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിനോ ഇത് അറിയില്ല എന്നുള്ളൊരു സത്യമാണ്. കാരണം കുട്ടികളൊന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയാറുണ്ട്, ഇങ്ങനെ ഈ അടുത്ത്, അതായത് 2017 വർഷമായിട്ടുള്ള ഇപ്പോൾ ക്രിസ്തു വർഷം, ഈ അടുത്ത് വന്ന ഒരു സഭയിൽ അല്ലെങ്കിൽ ആ ഒരു മതവിശ്വാസത്തിൽ ഇങ്ങനെയുള്ള കഥകളുണ്ട്. നമുക്ക് ഇത്രയും വലിയ സംഭവം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ അത്ഭുതങ്ങളൊന്നും, അതായത് വലിയ വലിയ അത്ഭുതം പറയുന്നതല്ലാതെ കണ്ടിട്ട് മനുഷ്യരാശിയുടെ പാപം ശമിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം ഇവിടെ പുരാണങ്ങളിലൊന്നും കാണിക്കുന്നില്ല. അതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇത് ആചാര്യന്മാരുടെ പിടിപ്പുകേടാണ്. അല്ലാതെ കഥകളും അതേപോലെയുള്ള അതിൻ്റെ കീർത്തനങ്ങളെല്ലാം നമ്മളുടെ മഹർഷീശ്വരന്മാരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആ നമഃശിവാ കഴിഞ്ഞാൽ അടുത്തത് യാ ആണ്. അതിന് യമൻ വരുന്ന നേരമങ്ങിനിക്കു പേടി പോകുവാൻ എരിഞ്ഞ കണ്ണിൽ അഗ്നിയോടെ യമനെയൊന്നു നോക്കണം എരിഞ്ഞു നിന്ന ദേഹി ദേഹമോട് വേർപെടുമ്പോഴും നമഃശിവായ പാർവതീശ പാപനാശനാഹരേ. അങ്ങനെ ഈ നമഃശിവായ ഇതാണ് ശരിക്കും നമഃശിവായ. അപ്പോൾ നമഃശിവായ മന്ത്രം 3 പ്രാവശ്യം നമ്മളുടെ ഭവനത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ ദുരിതങ്ങൾ അകലാനും അതേപോലെ ഭഗവാന്റെ ചൈതന്യം കിട്ടുന്നതിന് സാധിക്കും. അപ്പം നമഃശിവായ ജപിക്കാൻ ആചാര്യൻ, പൂർവികാചാര്യൻ ഉദ്ഘോഷിച്ചത് ഇങ്ങനെയുള്ള നമഃശിവായ. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ സന്ധ്യാനാമ കീർത്തനമൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ഈ വക കീർത്തനങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതൊരു ബുക്ക് തപ്പിയാൽ ഇതൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ പിന്നീട് വന്ന പല പ്രസാധകരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഇത് എന്താ ഇതിൻ്റെ അകത്തെടുക്കുന്നതെന്നുള്ള സത്യം അല്ലെങ്കിൽ സത്വം ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ കാണുന്നത്. കുറേ എന്തൊക്കെയോ സിനിമാ പാട്ട് പോലെയുള്ള കുറേ ഗാനങ്ങളും കീർത്തനങ്ങളായിട്ട് നമുക്ക് പല ഭവനങ്ങളുടെയൊക്കെ മുമ്പിലൂടെയൊക്കെ പോകുമ്പോൾ സന്ധ്യാനാമ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്ന വീടുകളുടെ മുമ്പിലൂടെയൊക്കെ പോകുമ്പോൾ തോന്നുന്നത് അങ്ങനെയാണ്, ഇവർ സന്ധ്യാനാമം ജപിക്കുകയാണോ അതേ സിനിമാ പാട്ട് പാടാണോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിന്നെ പല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ഭവനങ്ങളിലെല്ലാം പ്രാർത്ഥനയൊക്കെ വളരെ വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെന്താ ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹൈന്ദവത്തിൽ തന്നെ ഒരു സമുദായം അവിടെ വേറൊരു ദൈവാവതാരം കൊണ്ടുവരികയും അതിൻ്റെ കീർത്തനങ്ങൾ മാത്രമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഹൈന്ദവമാണത്, ഹൈന്ദവത്തിലൊരു സമുദായം മാത്രമാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ അതിലെ കുറേ ആചാര്യന്മാരും കുറേ മഹർഷിമാരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഹൈന്ദവ സമൂഹത്തിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നന്മ വരുന്നതിനുള്ള മന്ത്രതന്ത്രങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ഉതകുന്ന ഈ സംഭവങ്ങളൊക്കെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമഃശിവായ 3 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്ധ്യാപ്രാർത്ഥനകളിൽ ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ ചിലർ ഇതിൻ്റെ ചോദിക്കാറുണ്ട്, ഈ നമഃശിവായ സാർ ഞങ്ങൾക്ക് അതിൻ്റെ കോപ്പി തരുമോ? ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഈ കോപ്പിയെല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ എടുത്തു വെച്ചിട്ട് പലരും വരുമ്പോൾ കോപ്പി ഓരോ പ്രിൻ്റ് കൊടുക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയ്ക്ക് ആ പ്രിൻ്റ് തപ്പിയെടുത്ത് കൊണ്ടുവരാനും പിന്നെ അതിന് ചില കറപ്ഷൻ ഉണ്ടെങ്കിൽ തിരുത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പരമാവധി. അതേപോലെ പലരും വരുമ്പോൾ ചോദിക്കും, സാറ് ഈ പ്രോഗ്രാമിൽ പറയാറുള്ള കീർത്തനങ്ങളൊന്നും ഞങ്ങളിങ്ങനെ പലയിടത്തും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിൻ്റെ കാരണം ഈ വക കീർത്തനങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. പക്ഷേ പിൽക്കാലത്ത് വന്ന പ്രസാധകർ ഇതിൻ്റെ ആ ശരി തെറ്റുകളിലേക്കൊന്നും നോക്കാതെ ഇതൊക്കെ കളഞ്ഞതുകൊണ്ട് പറ്റിയ അബദ്ധങ്ങളാണ്. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ജനങ്ങളിലേക്കും കുട്ടികളിലേക്കൊക്കെ എത്തി. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ രീതിയിലുള്ള പാപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതി നമ്മളുടെ ഹൈന്ദവത്തിൽ ഇത് മുമ്പേ ഉണ്ടായിരുന്നൊരു സംഭവമാണെന്നും ശിവനാണ് അതിൻ്റെ ദേവനെന്നും. അതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ദേവാദിദേവൻ ശിവൻ തന്നെയാണ്, അതാണ് അതിദേവൻ. അപ്പോൾ ഈ ശിവൻ എന്ന് പറയുന്ന ഈ ദേവാദിദേവൻ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പുരാണങ്ങളിലൊക്കെ ഉദ്ഘോഷിച്ച് കാണിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം അതൊക്കെ വിസ്മരിച്ച് കളഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കാതെ പോകുന്നതിൻ്റെയൊക്കെ കാരണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ മന്ത്രജപത്തിൽ തന്നെ പറ്റുന്നൊരു അബദ്ധം,
നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായിരുന്നെങ്കിലും ഈ പലരും മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പൂജാതി കർമ്മമൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനോട് ക്ഷമ ചോദിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ മന്ത്രം എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കരചരണ കൃതം വാ കർമ്മജം കായജം വാ, കരചരണ കൃതം വാ കർമ്മജം കായജം വാ, ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിവിധമഹിതം വാ സർവമേ തൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ഗുരുനാഥ എന്നും പറഞ്ഞ ഒരു വിദ്വാൻ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ മന്ത്രം വരുന്നത് തന്നെ കരചരണ കൃതം വാ കർമ്മവർ കായജം വാ. ആദ്യാക്ഷരങ്ങൾ തന്നെ തെറ്റാണ്. കർമ്മജം കായജം വാ എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്തിരിക്കുന്ന എനിക്ക് ഭഗവാന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അനർത്ഥങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ പറയുമ്പോൾ കർമ്മവർക്ക് ആയജം വാ എന്ന് പറയുമ്പോൾ കർമ്മവർ എന്ന് പറയുന്നത് കർമ്മം ചെയ്യിക്കുന്നവരാണ്. കർമ്മം ചെയ്യിക്കുന്നവർക്ക് ആയജം വാ, ആയം എന്നാൽ ധനം, ആയം കൊടുക്കാൻ തന്നെ ആവശ്യപ്പെടുന്നു ഭഗവാനോട്. അതായത് കരചരണ കൃതം വാ കർമ്മവർക്ക് ആയജം വാ, ശ്രവണ നയനജം വാ മാനസം വാപരാധം വിവിധം അവിഹിതം വാ സർവമേ തൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭു. അങ്ങനെയാണ് മന്ത്രം തീരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശിവനോടാണ് ക്ഷമ ചോദിക്കുന്നത്. ഏതൊരു പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവസാനം ദേവാദിദേവനോട് ഇതിൽ നമ്മളുടെ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കൈകാൽ കൊണ്ടോ മനസ്സാ വാച കർമ്മണ ഏത് രീതിയിലെങ്കിലും നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പൊറുക്കണേ. അതായത് പൂജ ഗണപതിക്കായിരിക്കും, അല്ലെങ്കിൽ പൂജ മഹാവിഷ്ണുവിനായിരിക്കും, അല്ലെങ്കിൽ പൂജ ദേവിക്കായിരിക്കും. ആർക്കായിരുന്നാലും ക്ഷമാമന്ത്രം ചൊല്ലേണ്ടത് മഹാദേവനോടാണ്. അപ്പോൾ മഹാദേവനോട് ക്ഷമ പറഞ്ഞാണ് സാധാരണ രീതിയിൽ ഈ നമ്മൾ ക്ഷമ പറഞ്ഞു. അതേപോലെ തന്നെ ഈ ക്ഷമ പറയുമ്പോൾ കരചരണ കൃതം വാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് കൈയും ചെവി പൂവെടുത്തിട്ട് രണ്ട് കൈയിലും ഇങ്ങനെ പിടിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അല്ലാതെ വെറുതെ നിന്നിട്ട് കരചരണ കൃതം വാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത്രയും നമ്മൾ ക്ഷമ ഭഗവാനോട് പറയാണ്. ഈ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് തന്നെ ക്ഷമ ചോദിച്ചാണ് ഈ മന്ത്രം അവസാനിപ്പിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇന്നത്തെ ലേഡീസ് അവർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഉപ്പ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം നമ്മുടെ ഡയറ്റിൽ. ഉപ്പ് വിശേഷങ്ങളായിരുന്നു. അതെ അതെ, ഉപ്പ് ഡയറ്റിൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപ്പ് കൺസ്യൂം ചെയ്യുന്നത് ഈ സോൾട്ടഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഫാക്ടർ ഉണ്ട്. വെറും പീനട്ട് അല്ലെങ്കിൽ വെറും കപ്പലണ്ടി, കടല വെറുതെ കുറിച്ചാലും അത് സോൾട്ടഡ് ആയിട്ട് കുറയ്ക്കുന്നതും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ കൂടുതൽ കഴിച്ചുകൊണ്ടേയിരിക്കും. അതെ, പ്രത്യേകിച്ചും നമ്മളൊരു പപ്പടമൊക്കെ ഒരെണ്ണത്തിൽ നിർത്തുന്ന പപ്പടം നമ്മൾ രണ്ടെണ്ണം എടുക്കാനുള്ള കാരണവുമൊക്കെ ഉപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൽ ഉപ്പ് കുറച്ചാൽ ശരിക്കും പറഞ്ഞാൽ പപ്പടം നമ്മൾ ഒരെണ്ണമേ എടുക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്പി ഫാക്ടറിന് വേണ്ടി മാത്രമാണെങ്കിൽ അപ്പോൾ ഒരുവിധം നമ്മുടെ കൺസംഷൻ കൂട്ടുന്നതും സോൾട്ടഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ കൺസംഷൻ കൂട്ടും. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, സോസേജ്, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഹൈ സോൾട്ടഡ് ആണ്. അത് ശരിക്കും ഒരു പ്രിസർവേറ്റീവ് കൂടെയാണ് നമ്മൾ ഉപ്പ് എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പരമാവധി നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതെ അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യക്രമം, നല്ലൊരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാലൻസ്ഡ് ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത്തരം ഒരു ഹെൽത്ത് ടിപ്പ് തന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ പറയുകയാണ്. വീണ്ടും നമ്മൾ നാളെ കാണും. അതുവരെ നന്ദി, നമസ്കാരം.